തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യമാണ്. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ശലോമോൻ പണി കഴിപ്പിച്ച ദൈവാലയ പ്രതിഷ്ഠ നടക്കുന്ന സമയമാണിത്. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി എല്ലാവരും ഒത്തൊരുമിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവ സാമീപ്യം അവർക്ക് അടുത്തറിയാൻ സാധിച്ചു. അതിൻ്റെ പിന്നിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നമ്മുടെ ആരാധനാവേളകൾ അനുഗ്രഹമാകണമെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ. ഒന്നാമത്, അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നതായി 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വിശുദ്ധനാകിയാൽ ദൈവത്തെ ആരാധിക്കുന്നവരും വിശുദ്ധരായിരിക്കണം. യഹോവയെ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ എന്ന് തിരുവെഴുത്ത് പറയുന്നു. എങ്ങനെയാണ് പാപികളായ മനുഷ്യർ വിശുദ്ധരാകുന്നത്? നാം നമ്മുടെ അകൃത്യങ്ങളും അശുദ്ധി നിമിത്തം ദൈവസന്നിധിയിൽ നിൽപ്പാൻ അയോഗ്യരായിരുന്നു. എന്നാൽ നമ്മെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. ക്രിസ്തുവിലൂടെ ഇന്ന് ഏത് പാപിക്കും ഭയം കൂടാതെ ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. അതിനുവേണ്ടിയാണ് യേശു തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തിയത്. ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് തുറന്നു തന്നിരിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് കർത്താവ് നമ്മെ തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ആ ക്ഷണമനുസരിച്ച് അടുത്ത് ചെല്ലുന്ന ഏത് വ്യക്തിക്കും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും വീണ്ടെടുപ്പും ലഭിക്കുന്നതിനാൽ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവരുടെ ആരാധന മാത്രമാണ് ദൈവത്തിന് പ്രസാദമായിരിക്കുന്നത്. രണ്ടാമത്, അവർ ഒത്തൊരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുവെന്ന് 13-ാം വാക്യത്തിൽ വായിക്കുന്നു. ആരാധനയിൽ ദൈവസാമീപ്യം അനുഭവിച്ചറിയണമെങ്കിൽ ഒത്തൊരുമ വളരെ അനിവാര്യമാണ്. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകണമെന്ന് 133-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐക്യതയുള്ളിടത്ത് മാത്രമേ അനുഗ്രഹം പകരൂ. ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായ നാം ഒരു പിതാവിൻ്റെ മക്കളും ഒരു മേശയിൽ ഒന്നിച്ചു ഭക്ഷിക്കുന്നവരുമാണ്. ആരാധനാവേളകളിൽ നാം ഒന്ന് എന്ന് വ്യക്തമാക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ് കർത്തൃമേശ. അന്യോന്യം സ്നേഹമില്ലാതെ ഐക്യതയില്ലാതെ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നത് പാപവും ശിക്ഷാർഹവുമാണ് എന്ന് തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാമത്, അവർ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയിരുന്നു. അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായിട്ടാണ് അവർ ചണവസ്ത്രം ധരിച്ചിരുന്നത്. ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന ആർക്കും അഹങ്കാരം പാടില്ല. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവരുമായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എത്രയോ നിസ്സാരന്മാരാണ്. നമ്മെ ദൈവം തൻ്റെ കൃപയാലും കരുണയാലും ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ പുരോഹിതന്മാരും അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുന്ന രാജകീയ പുരോഹിതന്മാരും ആക്കി തീർത്തു എന്നത് ഒരത്ഭുതം തന്നെയാണ്. ഇങ്ങനെ വിശുദ്ധിയോടും ഐക്യതയോടും താഴ്മയോടും കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവ സാമീപ്യം അനുഭവിച്ചറിയുവാൻ കഴിയും. ആരാധനാവേളകൾ ആത്മനിവേശിതമാകുമ്പോൾ മാത്രമേ ആ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയൂ. 2 വാചകങ്ങൾ മാത്രമാണ് അവർ ആലയ പ്രതിഷ്ഠാ സമയത്ത് ഉച്ചരിച്ചത്. ഒന്ന്, ദൈവം നല്ലവൻ. 2, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കും പറയുവാനുള്ളത് ഇത് മാത്രമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ എത്രയെത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ലഭിക്കുന്ന ഭൗതിക നന്മകൾ മാത്രമല്ല, അതിലുപരി ആത്മീയ നന്മകൾക്ക് എത്ര സ്തോത്രമർപ്പിച്ചാലും മതിയാകുകയില്ല. ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നമ്മെ ഉറപ്പുള്ള അടിസ്ഥാനമായ ക്രിസ്തുവാം പാറമേൽ നിർത്തി നമ്മുടെ വായിൽ സ്തുതിയും സ്തോത്രവും നൽകി അധമമായതിൽ നിന്നും ഉത്തമമായ ആത്മീയ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിച്ച ആദരിച്ച ആ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കാം.
അവർ ഒത്തൊരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കും ഇന്ന് ഈ കർത്തൃദിവസത്തിൽ ഓർക്കുവാനുള്ളത് ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ മഹാകരുണയും ദൈവത്തിൻ്റെ കൃപയും ഒന്ന് മാത്രമാണ്. നമ്മോട് ദൈവം കൃപ കാണിച്ചില്ലായിരുന്നെങ്കിൽ നാം നിത്യനാശത്തിലേക്ക് പോകുമായിരുന്നു. ആ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നിത്യമായ നാശത്തിലേക്ക് പോകുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു താണിറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകി നമ്മെ ആദരിച്ച ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരാകാം. നമ്മുടെ കർത്താവിനെല്ലാം മഹത്വമർപ്പിക്കാം. കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ, അവിടുത്തെ മക്കളെന്നുള്ള പദവി നൽകി ഞങ്ങളെ ആദരിക്കുവാൻ അവിടെ നിങ്ങൾ പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം. ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ ഞങ്ങളെ കരകയറ്റിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ ദൈവമക്കളാക്കി ആരാധിക്കുന്ന രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ പുരോഹിതന്മാരുമാക്കി ഞങ്ങളെ തീർത്തതുകൊണ്ട് സ്തോത്രം. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.